മക്കളെ, നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ? ഇതേ നോക്കിയേ, ഇത് തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അടിപൊളി ഒരു ചട്നിയാണ്. അപ്പോൾ എന്ത് ചട്നിയാണെന്ന് വെച്ചാൽ മക്കളെ, പൊട്ടിക്കാൻ്റെ ചട്നിയാട്ടോ. വോയിസ് ഒന്നും ഒട്ടും ക്ലിയർ അല്ല. അപ്പം പൊട്ടിക്കാൻ്റെ ചട്നി എന്ന് വെച്ചാൽ പൊട്ടിക്കുകയല്ല, അതിൻ്റെ തൊലി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചട്നി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എന്താക്കാം, തൊലിയൊക്കെ മുറിച്ചെടുക്കുക, ബാക്കി എന്താക്കാം നമുക്ക് ഉപ്പേരി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പൊട്ടിക്കേൻ്റെ തൊലി ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ചട്നി കേട്ടോ. അപ്പം ഞാൻ പൊട്ടിക്ക എടുത്തിട്ട് വന്നിട്ട് മൊത്തം എന്താക്കാം അതിൻ്റെ തൊലിയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം വെള്ളിയാഴ്ചയായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അടുത്ത വീഡിയോ എടുത്തുള്ളൂ. എനിക്ക് ഒന്നാമത് പനി പിടിച്ചിരിക്കുകയാണ്, അത് വോയിസ് കേട്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ആങ്ങളേൻ്റെ മോൻ്റെ കല്യാണം, ആങ്ങളേൻ്റെ മോൻ്റെ എന്നല്ല, എൻ്റെ മോൻ്റെ കല്യാണം വസീമിൻ്റെ, അത് ഞായറാഴ്ചയാണ്, അതിൻ്റെ തിരക്കുകളായി. അപ്പം ഞാനിതാണ്ട് മക്കളെ, നമ്മൾ തൊലിയൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതെന്താക്കണം, ഒരു അപ്പച്ചെമ്പിൽ വെച്ചിട്ട് എന്താക്കണം എന്ന് വെച്ചാൽ ആവി കൊള്ളിക്കണം. അപ്പം ഞാൻ എന്താക്കുക, അപ്പച്ചെമ്പ് വെച്ചിട്ട് ഞാൻ പൊട്ടിക്കാൻ്റെ തോലൊക്കെ മുറിച്ചത് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. ആവി നല്ല രീതിയിൽ തന്നെ കയറ്റി ഇതൊന്ന് വേവിച്ചെടുക്കും, ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുക. അപ്പം നമുക്കിത് ആവിയിൽ വേവിച്ചിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചട്നി അരയ്ക്കണം. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് വെച്ചാൽ, പൊട്ടിക്ക ആവി കയറ്റിയത്, ഒരിത്തിരി തേങ്ങ കേട്ടോ, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുഞ്ഞ് ചെറിയ ഉള്ളി, 2 പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ 3 കൊണ്ടാട്ട മുളക്, പാകത്തിനുള്ള ഉപ്പ്. കൊണ്ടാട്ട മുളക് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു മിക്സി എടുത്തിട്ട് എന്താക്കുന്നതെന്ന് വെച്ചാൽ, ആവി കയറ്റി വെച്ചിരിക്കുന്ന നമ്മളെ പൊട്ടിക്ക് എടുത്തിട്ട് അരയ്ക്കുകയാണ്. അരയ്ക്കുന്നതിലേക്ക് വേറെ ഇടേണ്ടത് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ചെറിയ കൊച്ചുള്ളിയാണ്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, പിന്നെ തേങ്ങ കുറച്ച് മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താക്കാം, ഇത് നല്ല രീതിയിൽ അരച്ച് വെച്ചിട്ട്, നല്ല രീതിയിൽ ചട്നി അരച്ചിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് വറവിടണ്ടേ എന്ന് വെച്ചാൽ, എപ്പോഴത്തെയും പോലെ ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല പുകയാ മക്കളെ, നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അതിലേക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇടുന്നത് നമ്മളെ കടുകും നമ്മളെ പൊട്ടുകടലയും കേട്ടോ. അത് ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒന്നും കൂടി ഇടാണ്. ഇതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന നമ്മളെ കൊണ്ടാട്ട മുളകും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ചട്നി ഇതിലേക്ക് ഒഴിക്കുകയൊന്നും വേണ്ട, നമുക്കിത് അങ്ങോട്ടേക്ക് എടുത്തു പോയിട്ട് അരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, ചട്നി അരച്ച് വെച്ചിട്ടുന്നുണ്ട് നമ്മുടെ പൊട്ടിക്കുക. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് അടുപ്പ് കൊണ്ടുപോയി ചൂടാക്കേണ്ട ഒരാവശ്യമില്ല. ഇതെൻ്റെ പൊന്നുമക്കളെ അപാര ടേസ്റ്റ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല ചട്നി ഉണ്ടാക്കൽ, കുറച്ചുകൂടി പണിയുണ്ട്. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഞാനിതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് മിക്സാക്കിയ ശേഷം നമ്മളൊരു അരമുറി ചെറുനാരങ്ങ എടുത്തിട്ട് ഇതാണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് കുറച്ച്, അതായത് നമുക്ക് കുനുകുനാന്ന് പറഞ്ഞ് കുറച്ച് മല്ലിയിലയില്ലേ, അതും കൂടി ഇതിൻ്റെ മേലത്തേക്ക് ഇട്ട് കൊടുത്താൽ ചട്ടിനി അടിപൊളിയായിട്ട് റെഡിയായി കേട്ടോ. നമുക്കിത് എന്തിന് വേണമെങ്കിലും കൂട്ടാം, അത്രയ്ക്കും ടേസ്റ്റാണ്. ദോശ ആയിക്കോട്ടെ, ഇഡ്ഡലി ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഇന്ന് ഇതിന് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ദോശ തന്നെയാണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള നമ്മളെ പൊട്ടിക്കായിൻ്റെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ദോശ ചൂടുന്ന എന്തെന്നാന്നല്ല ഇതിന് കഴിക്കാൻ, ഞാൻ ഉണ്ടാക്കുന്ന ദോശ നമ്മുടെ മുത്താറി ദോശയാണ്. അപ്പം മുത്താറി ദോശ മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, ഇഡ്ഡലി ആയിക്കോട്ടെ, നമ്മൾ പൂരി ആയിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, പത്തില ആയിക്കോട്ടെ, പച്ചരി ദോശ ആയിക്കോട്ടെ, എന്തായാലും ഈ ചട്നിക്ക് അടിപൊളിയായിരിക്കും. ഇതിന്നത്തെ മെയിൻ ചട്നി കേട്ടോ. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കുന്നതും കൂടി കാണിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഞാൻ മുത്താറിപ്പൊടി ഇട്ട ശേഷം അതിലേക്ക് ഒരു തക്കാളി അരച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇട്ട്, പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ, കുഞ്ഞ് കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ കട്ടിയിലാട്ടോ ഞാൻ ദോശ, ഇതിൻ്റെ മുത്താറി ദോശ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം
മുത്താറി ദോശ ഉണ്ടാക്കുന്നത് മക്കൾക്ക് ഇന്ന് മുത്താറി അധിക ദിവസം ഞാൻ മുത്താറി കൊടുക്കാറുണ്ട്, അതെന്തെങ്കിലുമൊക്കെ രീതിയിൽ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഈ ചട്നി മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിൻ്റെ കൂടെ വൈകുന്നേരം മുത്താറി ദോശയും കൂടി ആക്കാമെന്ന്. നമുക്ക് മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താക്കുക, സാധാരണ ദോശ ചൂടുന്ന പോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കുന്നു. അതിലേക്ക് എണ്ണ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വയ്ക്കുമ്പോൾ എണ്ണ തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കുറച്ച് ഇതായിട്ടുണ്ട്. സാധാരണ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി, പരത്തി വരും. ഇതിൽ എണ്ണ ഉപയോഗിക്കാത്തത്, പക്ഷേ ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലത്തേക്കും കുറച്ച് എണ്ണ ഇതാക്കി കൊടുത്തിട്ട് ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, അടിപൊളി ദോശയും നല്ലതാണ് കേട്ടോ. തക്കാളിയും പച്ചമുളകൊക്കെ അരച്ച് ഇതായതുകൊണ്ട് ദോശയും അടിപൊളിയാണ്. പിന്നെ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുകയും വേണം കേട്ടോ. ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം മുത്താറിൻ്റെ ദോശ വേവിച്ചെടുക്കും. ഇതും ചട്നിയും കൂട്ടാൻ അപാര ടേസ്റ്റാണ് കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ദോശ ഇന്ന് വൈകുന്നേരം, അതായത് രാത്രി ഭക്ഷണം ഇന്ന് നമുക്ക് ഈ ചട്ടിനിയും മുത്താറി ദോശയും കേട്ടോ. മുത്താറീൻ്റെയൊക്കെ മക്കൾക്കും അതുപോലെ ഷുഗർ ഉള്ളവർക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഷുഗറൊന്നുമില്ല ഞങ്ങൾക്ക് ഇവിടെ ആർക്കും, എനിക്ക് ഷുഗറൊന്നുമില്ല. എൻ്റെ അടുത്ത് ഡോക്ടർ ഇന്നാൾ ഷുഗറൊക്കെ ചെക്ക് ചെയ്തപ്പോൾ പറയാം കുറച്ചൊക്കെ മധുരം കഴിക്കുക കേട്ടോ. എനിക്ക് ഷുഗറിൻ്റെ അളവ് കുറവാണ് ശരീരത്തിൽ. അപ്പം ഡോക്ടർ, പക്ഷേ എനിക്ക് മധുരം അങ്ങനെ ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ മധുരം കഴിക്കാറില്ല. BP ഇടയ്ക്കൊന്ന് കൂടും കേട്ടോ. അതെന്തെങ്കിലും ടെൻഷനൊക്കെ അടിക്കുമ്പോൾ ടെൻഷൻ തന്നെയാണ് കേട്ടോ, ഫുൾ ടെൻഷൻ തന്നെയാണ്. എന്താണെന്നറിയില്ല, പടച്ചവൻ എന്നെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും. അടിപൊളി ദോശയൊക്കെ ഞാൻ ചുട്ടെടുത്തു. ഞാൻ പരീക്ഷണങ്ങൾ പറയാനിരിക്കുക വേദം, ജീവിതം തുടങ്ങിയെന്ന് മുതൽ പരീക്ഷണം. അപ്പം ഇതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക ഇത് ഞാനാ കഴിക്കാൻ പോകുന്നതെന്നല്ല, എൻ്റെ പിള്ളേർ എൻ്റെ ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അവർക്ക് ഇപ്പം മൂത്താളായിക്കോട്ടെ ചെറിയ ആളായിക്കോട്ടെ, ഒരാൾ +1 പഠിക്കുന്നത്, ചെറിയ ആൾ LKGയിലുമാണ്. പക്ഷേ അവർക്ക് അധികം മൂത്താക്കാരും ചെറിയവർക്കും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വാരി കൊടുക്കുന്നത്, ചെറിയവർക്ക് അധികം കൊടുക്കാറുണ്ട്. റയാൻ അധികം ഞാൻ വാരി കൊടുക്കാറുണ്ട്. റിഹാനും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോയിൽ വരാം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പം ബായ്.